ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ടാസ്ക് മാറ്റാണ് ഇരിക്കുന്നത്. നമ്മുടെ RJS മോഡിനകത്ത് ആദ്യമേ 3 ടാസ്ക്കായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ മൊത്തം 7 ടാസ്ക് ഉണ്ട്. അതിൽ 7ാമത്തെ ടാസ്ക്കാണ് 3 ടാസ്ക് നമ്മൾ കളിച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ ടാസ്ക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. ഓക്കെ, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലഗിൻ ആപ്പിലോട്ട് പോകാം. നമ്മൾ പ്ലഗിൻ ആപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിനി RJS മോഡ് എടുക്കുമ്പോൾ നേരത്തെ ഇവിടെ ഈ RJS പ്ലെയർ മാക്സ് UG ഗെയിമർ എന്നീ 4 ടാസ്കുകളേ ഉള്ളായിരുന്നു. അതിൽ RJS ഒരു ടാസ്ക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ജയ്പ്ലേസ് എന്ന ഗെയിമർ ചെയ്ത ടാസ്ക്കാണ്. നമ്മളത് കോപ്പി ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഒരു ചാനലിനകത്തൊരു അബദ്ധം പറ്റിയാൽ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഗെയിമിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് എടുക്കാം. ഇൻ്റർനെറ്റ് എടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫയൽ ലോഡ് എടുത്ത് കാണിച്ചിട്ടില്ലേ? എനിക്കൊരു പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഈ നമ്മളിപ്പോൾ ഒരു ഫയൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഒരിക്കലും അല്ല. ആ ഫയൽ ഇപ്പോൾ ലോഡൊക്കെ ആയിട്ട് നമ്മൾ റീപ്ലൈ ചെയ്യുമ്പോൾ ആ ടാസ്ക് വരും. ഇപ്പോൾ നമ്മളൊരു ഫയൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തൊരു ഫയൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെയാണ് ഈ ടൈമർ. അപ്പോൾ നമുക്കിനി റിപ്ലൈ അടിക്കാം. നമ്മളിനി പ്ലേ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടാസ്ക് നടക്കുന്നിടത്തായിരിക്കും എത്തുക. ഒരു ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആഡൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഗെയിമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ എത്തി നമ്മുടെ ടാസ്ക് നടത്തുന്നതിനകത്താണ്. ഇവിടെ നമുക്ക് ചലഞ്ചിനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി KTM RC ആണ്. നമുക്കെന്തായാലും നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടേക്കാം. പക്ഷെ നമ്മൾ വീണ്ടും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ RCക്കകത്ത് കയറാൻ പോവാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു റാമ്പ് കാണാം. ഓക്കെ, നമ്മൾ കുറച്ച് റാമ്പുണ്ട്, സൂക്ഷിച്ച് കയറുക. ഓക്കെ, നമ്മൾ കുറച്ച് ഭാഗം നമ്മളൊരു പ്ലെയിൻ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും റാമ്പിൽ കയറിയിട്ടാണ്. വീണ്ടും ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. വീണ്ടും റാമ്പാണ്. ഭയങ്കരമായ ഹൈറ്റിലുള്ളൊരു ഗെയിമാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എനിക്കിന്നൊരു ഉഷാറില്ല, കാരണം പനി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഒരു അപ്ഡേഷൻ വരെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പനിയായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ 2 കറങ്ങുന്ന കണ്ടെയ്നറുണ്ട്. ഇത് ഒരേ പൊസിഷനിൽ വരുന്ന സമയത്ത് ആ ടൈമിങ്ങിനാണ് നമുക്ക് അപ്പുറത്തോട്ട് കിടക്കുക. ഓക്കെ, പെട്ടു. ഭാഗ്യം നമ്മൾ തറയുന്നില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ സാധനത്തിൽ കയറാൻ ഇച്ചിരി ടൈം ആവശ്യമാണ്. കുഴപ്പമില്ല, നമ്മൾ രക്ഷപ്പെട്ടു. എന്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ കുറച്ച് എന്താണെന്ന് വെച്ചപ്പോൾ പേരറിയത്തില്ല. ഇവിടെ 2 സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിന് കുറവാണ് സംഭവം കേട്ടോ. ഇവിടെയും ഒരു റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കണ്ടെയ്നർ ഉണ്ട്. ഭാഗ്യം രക്ഷ.
ഒരു എൻഡ് കാണാൻ ഒക്കുന്നില്ല ഗൈസ്. കുറേ പോയി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാണ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇതിലൊക്കെ ഓടിക്കാൻ. ഇതിൻ്റെ ഒരു നല്ല റാമ്പ് ഉണ്ട്. നമ്മളൊരു വീടിൻ്റെ മണ്ടയ്ക്കൊന്ന്, വീടല്ല ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊന്ന് നമ്മൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടി കൂടെ കറങ്ങിയൊക്കെ പോകുന്നൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരു 500 ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ ഗീവ് അവേ നടത്തുന്നതായിരിക്കും. ഗീവ് അവേയുടെ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ അന്നേരം പറയുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കുക, എന്നിട്ട് നമുക്ക് ഗീവ് അവേ നടത്താം. ഫസ്റ്റത്തെ ഗീവ് അവേ ആയതുകൊണ്ട് നമ്മൾ 2 പേരെ തിരഞ്ഞെടുക്കത്തുള്ളൂ. 2 പേരെ വോട്ടിംഗ് ആയിട്ടാണ്, അതായത് കമൻ്റ് ഇടുന്ന 2 പേരിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരെ വെച്ച് തന്നെ വോട്ടിംഗ് നടത്തും. അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കായിരിക്കും ആ ഗീവ് അവേ കിട്ടുക. ആ 2 ഭാഗ്യവാന്മാർ ആരാണോ എന്ന് നമുക്ക് കാട്ടി കാണാം. നറുക്കെടുപ്പിലൂടെ ആയിരിക്കും അവരെ നമ്മൾ എടുക്കുക. ഓക്കെ, വീട്ടിലാണ് എത്തിക്കുന്നത്. നമ്മുടെ ഗെയിം എൻഡായെന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങി നമ്മുടെ ജെറ്റ് പാക്ക് എടുത്ത് നോക്കാം. ഇനി വേറെ സ്ഥലം വല്ലതും ഉണ്ടോ എന്ന്. എനിക്ക് തീർന്നെന്നാണ് സംശയം. ആടുകാരെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. നമ്മൾ ബിഗ് ജെറ്റ് പാക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. മിനി ജെറ്റ് പാക്ക് അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട്. നമ്മൾ ബിഗ് ജെറ്റ് പാക്കാണ് എടുക്കുന്നത്. കംഫർട്ടബിളായിട്ട് ലാൻഡ് ഒന്നും ചെയ്യാക്കുന്നില്ല നമ്മുടെ ഈ മിനി ജെറ്റ് പാക്ക്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മളൊരു വില്ലേജ് ഉണ്ട്. നമ്മളന്നേരം എൻഡായി ഗൈസ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ടാസ്ക്. പക്ഷേ ഒത്തിരി നേരം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. നല്ല എൻജോയ്മെൻറ്റുള്ളൊരു ഗെയിമാണ്. അന്നേരം ജയ് പ്ലെയർ എന്നാണ് തോന്നുന്നു ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അവർക്ക് നല്ലൊരു കൺഗ്രാറ്റ്സ് ഉണ്ട് ഇത്ര നല്ല ടാസ്ക് ക്രിയേറ്റ് ചെയ്തതിന്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.